ഇന്ന് നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റിനകത്ത് 1 2 3 4 5 6 വെറൈറ്റി വെക്കുന്നൊരു വീഡിയോ ആണ്. അതിനും ഇത് കാണാൻ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം കാണും. അതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിച്ചു. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് മാക്സിമം ഷെയർ ചെയ്തു. ഓക്കെ, അത് തുടങ്ങിയാലോ? കൂടിക്ക് വായോ. അതിന് നമ്മൾ ആദ്യമേ ഇത് പ്രൂൺ ചെയ്യുന്നു. അതായത് പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു വളർന്നു വരുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുവാണേ. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ വെച്ചൊന്ന്, ഇവിടെ വെച്ചൊന്ന്, ഇവിടെ വെച്ച് ഒന്ന്. അത് നമുക്ക് ഈക്വലായിട്ടുള്ള പ്ലാന്റുകൾ കിട്ടും. ഇതിന് പ്രത്യേകം നമുക്ക് ഇട്ടിരിക്കില്ല, നമുക്ക് കട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കാം. അതിന് ശേഷമായിട്ട് നമുക്കിത് കളിയാം. ഇനി അടുത്ത് വെച്ചിട്ടാണ് കാണിച്ചിരുന്ന കൈ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അത് നമുക്ക് പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല നല്ല വെറൈറ്റികളാണ് ആദ്യമേ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിൻ്റെ നല്ലൊരു കമ്പെടുക്കാം. ഓക്കെ, നല്ലൊരു കമ്പെടുത്തിട്ടുണ്ട്. അതേപോലെ ഇനി അടുത്തൊരു വെറൈറ്റി നമുക്ക് സെലക്ട് ചെയ്യാം. ഇതെല്ലാം പുതിയ വെറൈറ്റിയാണ്. പുതിയ വെറൈറ്റിയുടെ കമ്പെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരെണ്ണം കട്ട് ചെയ്തേ, നല്ല കമ്പെടുത്തു. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈഗറിൻ്റെ അതൊരെണ്ണം എടുത്തേ. നല്ല കിടിലൻ വെറൈറ്റിയാണ്. നമ്മൾ സെയിൽ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്തെടുത്തേ. നല്ല നല്ല വെറൈറ്റികൾ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരെണ്ണം കട്ട് ചെയ്തെടുത്താലോ? അതിൻ്റെ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തേ. നല്ല ഭംഗിയുള്ള കളറുകളാണ്. ഓക്കെ, അതിന് അടുത്ത പുതിയ വെറൈറ്റിയാണ്. അതിൻ്റെ ഒരു കട്ടിങ് കൂടെ എടുക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് സുവർണയുടെ ഒരു പ്ലാന്റ് കൂടെ കട്ട് ചെയ്തെടുക്കാം. അതിനെന്താണ്ട് അതിൻ്റെ ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പുതിയ വെറൈറ്റികളാണ്. എല്ലാം നല്ല കിണ്ണം കാച്ചി വെറൈറ്റികളാണ് ഈ സീസണിൽ നമ്മളിപ്പം സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അതെന്താണ്ട് ആ വെറൈറ്റി ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ അടുത്തൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. അടുത്ത മൂന്നാമത്തെ വെറൈറ്റിയെ കിടുക്ക വെറൈറ്റികളാണ് പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്ത് ഇത് പിടിച്ച വീഡിയോ ഒക്കെ നമ്മളിടും. ഓക്കെ, പിന്നെ കിട്ടാതിരിക്കുക അങ്ങനെ രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. 1 2 3 ഒന്നും ചെയ്തിട്ടൊരു കാര്യമൊന്നുമില്ല. കുറച്ച് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കിട്ടും. അത് നമ്മൾ എടുത്ത് പറയണം കേട്ടോ. എല്ലാവരും വിചാരിക്കുന്നത് നമ്മളെല്ലാവരും ചെയ്യുന്ന എല്ലാം കിട്ടുമെന്നാണ്. ഒരിക്കലും കിട്ടത്തില്ല. നമ്മളുള്ള കാര്യം തുറന്ന് പറയണം. ഈ ഉള്ളിത്തൊലിയും മറ്റേ ഇതൊന്നും ഇട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. എല്ലാം ഒന്നും കിട്ടുമെന്ന് നമ്മളെപ്പോഴും പറയുന്നില്ല. നിങ്ങളും നിരന്തരമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ കുറച്ച് കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം നോക്കി മനസ്സിലാക്കേണ്ട കാര്യമാണേ. 2 എണ്ണം ചെയ്തിട്ട് കളഞ്ഞിട്ട് പോക്കളയരുത്. അതിന് നമ്മൾ 5 വെറൈറ്റിയും എടുത്തിട്ടുണ്ട്. 1 2 3 4 5 ഒരു വെറൈറ്റിയും കൂടെ വേണം കേട്ടോ. അതിന് 6ാമത്തെ വെറൈറ്റി ഉണ്ട്. 6 വെറൈറ്റി. അതിന് ഐശ്വര്യമായിട്ട് നമ്മൾ ആദ്യത്തെ പ്ലാന്റ് നമ്മൾ എടുക്കുവാണേ. അതിന് ഒരു പോർഷൻ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷമായിട്ട് ലൈറ്റായിട്ട് കട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഫ്രഷായിട്ട് നമുക്ക് ആ കറയോട് കൂടി തന്നെ വേണം ചെയ്യാനായിട്ട്. ഇതേപോലെ 2 സൈഡും പതുക്കെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിനകത്ത് തൊടരുത്. കണ്ട? ഓക്കെ, കൊള്ളാം, സൂപ്പർ. ഇനി അതിനകത്തോട്ട് ചേർത്ത് അങ്ങോട്ട് ഇറക്കുക. കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇറക്കി അങ്ങോട്ട് വയ്ക്കുക. അതിന് ശേഷമായിട്ട് കറക്റ്റ് ഒട്ട് പോകണ്ട, ഇതേപോലെ ഇരിക്കണം. അല്ലാതെ അകൽച്ച പാടില്ല. ടൈറ്റായിട്ട് അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് വലിഞ്ഞ് അങ്ങോട്ട് എടുക്കുക. ആ കെട്ടിനകത്തിരിക്കുക കാര്യം. കെട്ട് നന്നായിട്ടാണെന്നുണ്ടെങ്കിൽ ഊരിപ്പോത്തില്ല. വേണ്ട, ടൈറ്റാക്കി അങ്ങോട്ട് കെട്ടുക. അടുത്ത വെറൈറ്റി ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുവാണേ. അടുത്ത വെറൈറ്റി ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതിനുശേഷം ലേശം കട്ട് ചെയ്ത് കളയുന്നു. ഇലയൊന്നും ഒരുപാട് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. കുറേയും കൂടെ കട്ട് ചെയ്ത് കളക്കുക. നല്ല ഷാർപ്പായിരിക്കണം. പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തൊടാൻ വേണ്ടി നിൽക്കരുത്. ഓക്കെ, അപ്പോൾ അതൊക്കെ അതിൻ്റെ പോർഷനും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. വാ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആര് കാണിച്ചൊരു ബായി നോക്ക്. കൊള്ളാം. ഇനി അങ്ങോട്ട് ഉള്ളിലോട്ട് കയറ്റി അങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ അതൊക്കെ നോക്കാം. കയറുന്ന കണ്ട ഒട്ടിക്കുമ്പോൾ അത് ടൈറ്റായിട്ടിരിക്കും. ഈ പോർഷൻ കണ്ട, ഈ പോർഷൻ അത് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ വരരുതേ.
അത് വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും നല്ല സൈസായിട്ട് നമുക്ക് പിടിച്ച് കെട്ടി വരിഞ്ഞ് മുറുക്കിയെടുക്കുമ്പോൾ അത് ടൈറ്റായി ഉള്ളിലോട്ട് പിടിച്ചോളും. പക്ഷെ നമ്മൾ ചെയ്യുമ്പം മാക്സിമം ടൈറ്റ് ചെയ്ത് കയറ്റുക, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിടുത്തം കുറയും. അത് വേണ്ടിയാണ്. അതിപ്പോൾ ടൈറ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് മുറുകി നല്ല കുട്ടനായിട്ടൊക്കെ ഇരുന്നോളും. കുട്ടപ്പനായിട്ടൊക്കെ ഇരുന്നോളും. ഓക്കെ, ആഹാ കലകില്ലേ. അങ്ങനെ അതും നമ്മൾ ഏകദേശം കെട്ടി വരിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പ്ലാൻ എടുക്കാം. ബോറടിയൊന്നും ഇല്ലല്ലോ. പിന്നെ ചെടി ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ ചെടി തൈ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ എങ്ങനെ ബോറടിക്കാനാ അല്ലേ? അതുകൊണ്ടാണ്ട് അടുത്തത് അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം ഏതാണ് മണ്ട ഏതാണ് താഴ്ഭാഗം എന്നുള്ളത് അറിയണം. അതിൻ്റെ മുള്ള് കളഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ വീണ്ടും അടുത്ത പീസ് എടുക്കുന്നു. അതിനെ വീണ്ടും കട്ട് ചെയ്തെടുക്കുന്നു. അടുത്ത സൈഡ് ലൈറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. നന്നായിട്ട് ഒരു രണ്ട് സൈഡിലും പച്ചപ്പ് അതേപോലെ കാണും. അതിനുശേഷം അതിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്യുന്നു. റൂട്ട് ഷോക്ക് ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. അതിൻ്റെ കോർണർ ഏരിയ ആയാലും മതി കേട്ടോ. പക്ഷെ എന്നാലും നമ്മളിതിപ്പം കുറച്ചും കൂടെ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡ് ഉള്ളിൽ കയറ്റി വയ്ക്കുന്നത്. ചെറിയ സൈഡ് പോർഷൻ ആയാലും മതി. ഉള്ളിലോട്ട് കയറ്റി വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ കെട്ടുവള്ളി എടുത്ത് കെട്ടുന്നു. നാട്ടില്ലേ ടൈറ്റാക്കി വേണം. ആ പിടുത്തത്തിനകത്തിരിക്കുവാണെങ്കിൽ കാര്യം. പിടുത്തമില്ലെങ്കിൽ പിന്നെ കിട്ടിയിട്ട് കാര്യമില്ല. നല്ല ടൈറ്റായിട്ട് കെട്ടണം. എന്നിട്ട് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിനെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി വെറൈറ്റികൾ നമ്മളുടെ കയ്യിൽ സുരക്ഷിതമായി. അത് കെട്ട് മുറുകിയിട്ടില്ല എന്നൊക്കെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഒരെണ്ണോടെ എടുക്കുക, അതിൻ്റെ മേളിലൂടെ ഒന്നുകൂടെ അടിക്കുക, ഒന്നുകൂടെ ടൈറ്റ് ചെയ്യുക, ഒന്നുകൂടെ വരിഞ്ഞ് കെട്ടുക. കണ്ട. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ് സൈഡ് ചെയ്യുവാണേ. ലൈറ്റ് സൈഡായിട്ട് പിടിക്കുക. കണ്ട, മതി. ഓക്കെ, റെഡി. അതിന് ശേഷമായിട്ട് അതിന് ഒതുങ്ങുന്ന ഒരു സയോൺ എടുക്കുമ്പോൾ വീണ്ടും നമ്മൾ ആ കറ വറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ലേശം കട്ട് ചെയ്ത് കളയാം. ഇതാണ്ട കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ രണ്ട് സൈഡും ഇതേപോലെ അങ്ങോട്ട് എടുക്കുക. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡും അതേപോലെ അങ്ങോട്ട് എടുക്കുക. കണ്ടാ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നത്. ഓക്കെ, അതിന് ശേഷമായിട്ട് അതിനെ പതുക്കെ ചരിച്ചങ്ങോട്ട് എടുക്കുന്നു, വീതി അങ്ങോട്ട് വയ്ക്കുന്നു. ഇനി അത് സുവർണ്ണയാന്ന് തോന്നുന്നു. സുവർണ്ണ എടുക്കുന്നു. ആ ഒരു പോഷൻ കണ്ട, അതിരുന്ന് കഴിഞ്ഞാൽ കെട്ട് വള്ളി ടൈറ്റ് ആകത്തില്ല. അതിനെ പതുക്കെ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമായിട്ട് അടുത്ത പീസ് നമ്മൾ വരിഞ്ഞ് അങ്ങോട്ട് കെട്ടാൻ വേണ്ടി റെഡിയാക്കുന്നു. അതെ, വലിച്ച് കെട്ടാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. സെറ്റാക്കി നമുക്ക് വീട്ടിൽ വളർത്തി പല വെറൈറ്റികൾ ഒരെണ്ണത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇപ്പോൾ ഏകദേശം എത്ര എണ്ണമായി? 1, 2, 3, 4 ആയി. 2 എണ്ണോടെ ഇതേപോലെ തന്നെ അടുത്ത 2 എണ്ണോടെ ചെയ്യുക. വീഡിയോ വലുതായിട്ട് നീട്ടുന്നില്ല. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളിനകത്തൊന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം. ഓക്കെ, താങ്ക് യു. കൂട്ടുകാരൊക്കെ തിരഞ്ഞെടുത്ത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, നമ്മളിപ്പം 5 വെറൈറ്റി അല്ല 6 വെറൈറ്റി ഉണ്ട്. 1, 2, 3, 4, 5, 6 വെറൈറ്റി ഒരെണ്ണത്തിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷമായിട്ട് നമ്മൾ ഇനി ഒരു പണിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്ന് പറഞ്ഞാൽ നമ്മൾ സിപ്പപ്പ് കവർ സെറ്റ് ചെയ്ത് അതിൻ്റെ മേളിലൂടെ ഇറക്കുക, ഒരു കെട്ടുക. വേണ്ട 6 വെറൈറ്റിയാണ്. 6 വെറൈറ്റി ഒരെണ്ണത്തിനകത്ത് ഇറക്കുന്നു. പിന്നെ 3 ആയിട്ട് വീഡിയോയുടെ ലെങ്ത് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റാണ്. അന്നേരം ഇതേപോലെ സിപ്പപ്പിൻ്റെ കവറും കൂടെ അതിൻ്റെ മേളിലൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് മോയ്സ്ചർ കണ്ടൻറ്റ് നിൽക്കും. പ്ലാന്റ് പെട്ടെന്ന് സെറ്റായി കിട്ടും. അന്നേരം ഇത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അന്നേരം എന്താണ്ട് 6 വെറൈറ്റി നമ്മളിപ്പം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എത്ര എണ്ണം കിട്ടുമോ നോക്കാം നമുക്ക്. അന്നേരം നമ്മളത് പറയണം കേട്ടോ. എല്ലാം സപ്പോർട്ട് ചിലപ്പോൾ കിട്ടി എന്നൊക്കെ വരത്തില്ല. അന്നേരം എല്ലാവരും ഈ കിട്ടുന്നത് മാത്രമേ പുറത്ത് കാണിക്കാറുണ്ട്. നമ്മൾ കിട്ടാത്തതേ കൂടെ കാണിക്കും കേട്ടോ. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടെ തരാനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അന്നേരം 6 വെറൈറ്റി നമ്മൾ ഒരെണ്ണം സെറ്റാക്കിയത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ.
താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.